തിരുവാവണിരാവ് എഴുതിയ സമയത്ത് അത് എന്നോട് വിനീതേട്ടൻ പറഞ്ഞ് നീ എഴുതിക്കോ, നമുക്ക് എഴുതിയിട്ട് കമ്പോസ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ എഴുതിയിട്ട് അപ്പോൾ എഴുതിയപ്പോൾ അതിന് കുറച്ച് ലെങ്ത് ഉണ്ടായിരുന്നു. അപ്പോൾ അത് സിനിമയിലേക്ക് ചെറിയൊരു പാട്ട് മതിയായിരുന്നു. അപ്പോൾ മനസ്സിലായിട്ട് വിനീതേട്ടൻ വിളിച്ചു, നീ എനിക്ക് രാമായണം എഴുതി തന്നിരുന്നല്ലോ, അതിൻ്റെ അകത്ത് കുറച്ച് വരി എടുത്ത് ഞങ്ങൾ പാട്ടുണ്ടാക്കിയിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് തിരുവാവണിരാവ് ഞാൻ ആദ്യം കേൾക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ബാക്കി വന്ന വരി എടുത്തിട്ട് ഞാൻ വേറൊരു ആൽബത്തിൽ ഞാൻ ചെറുതായിട്ട് എഴുതിയിട്ടുണ്ട്. 25 വർഷം, ഇപ്പം നരസിംഹം എന്ന് പറയുന്ന സിനിമ ഇറങ്ങിയിട്ട് 25 വർഷമായി. അപ്പോൾ 25 വർഷവും അല്ലെങ്കിൽ ഇപ്പം ആറാം തമ്പുരാൻ ഇറങ്ങിയിട്ട് 28 വർഷമായി എന്നൊക്കെ പറയുന്ന സമയത്ത് അപ്പം ഇതിലൊക്കെ നമ്മുടെ തന്നെ ലൈഫാണ് അവിടെ കിടക്കുന്നത്. അപ്പം നമ്മുടെ ലൈഫ് ഒരു അപ്പം ആ സിനിമ, ആ ലാലേട്ടൻ പടം കാണുമ്പോൾ നമ്മൾ എന്തായിരുന്നു, ഇപ്പം നമ്മൾ എന്താണ്, എങ്ങനെയാണെന്നൊക്കെ ചെയ്യുന്നത്. അപ്പം അങ്ങനെ നമ്മുടെ തന്നെ ഒരു ഗ്രോത്ത് നമ്മൾ മെഷർ ചെയ്യുന്ന വേറൊരു സ്കെയിലാണ് ലാലേട്ടൻ. ആട് 3 പിന്നെ ഓഫ് കോഴ്സ് നമ്മൾ നെക്സ്റ്റ് ലെവൽ ആട് 1, 2, 3 നമുക്ക് പ്രതീക്ഷിക്കാം. എത്ര പാട്ടുകളാണ് ആടിൽ ഇപ്പോൾ ഒരു പാട്ടാണ് എഴുതിയിട്ടുള്ളത്. ഹൃദയപൂർവ്വം അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. അപ്പം അതിൻ്റെ ഒരു ലൊക്കേഷൻ വെച്ച് കണ്ട സമയത്തിനോട് ലാലേട്ടൊക്കെ എഴുതിയ ആളാണല്ലേ എന്ന് വന്നിട്ട് ലാലേട്ടൻ തന്നെ വന്ന് പറയുമ്പോൾ സന്തോഷം.